രേണുസുതി നോമിനേറ്റ് ചെയ്ത 2 പേര്, ഒന്ന് അപ്പാനി ശരത്തും ഒന്ന് ഒനീലുമാണ്. ആദ്യം ഇവരെക്കുറിച്ച് നോമിനേറ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങൾ പറഞ്ഞത് ബിഗ് ബോസിന് അത്ര വ്യക്തമായില്ല. അതുകൊണ്ട് തന്നെ രേണുസുതിയോട് ബിഗ് ബോസ് പറയാണ് കാരണവും പേരും ഒരിക്കൽ കൂടി പറയാൻ. അങ്ങനെ രേണുസുതി വീണ്ടും പറയുകയാണ്, കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രേണുസുതി പറഞ്ഞത് ഇതാണ്: അപ്പാനി ശരത്തിനെയാണ് ഒന്ന് നോമിനേറ്റ് ചെയ്യുന്നത്. എപ്പോഴും വഴക്കും ദേഷ്യവും ഉള്ള ഒരു കാരണമാണ് അപ്പാനി ശരത്തിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ഒന്ന് അപ്പാനി ശരത്തിനെ നോമിനേറ്റ് ചെയ്യുന്നു. രണ്ടാമത് ഒനീലിൻ്റെ പേര് പറയുമ്പോൾ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത മത്സരാർത്ഥിയാണ് ഒനീൽ. അതുകൊണ്ട് ഒനീലിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് രേണുസുതി പറഞ്ഞത്. മാത്രമല്ല, രേണുസുതി ഇന്നലെ അക്ബർ ഖാനോട് ലാലേട്ടന് മുന്നിൽ വെച്ച് അക്ബർ ഖാൻ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചത് ക്ഷമിച്ചു എന്ന് പറഞ്ഞപ്പോൾ രേണുസുതി അവിടെ പലരും നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും ലാലേട്ടൻ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ രേണുസുതി ഏട്ടാ എന്നാണ് വിളിക്കുന്നത്. അതിലൊരു നിഷ്കളങ്കമായൊരു സ്നേഹമുണ്ട്, അല്ലെങ്കിൽ ഒരു കരുതലുണ്ട്. രേണുസുതിയുടെ ഒരു ഉള്ളിലുള്ള ഒരു നന്മയൊക്കെയാണ് അവിടെ മനസ്സിലാകുന്നത്. എന്നാൽ രേണുസുതിക്ക് ഇന്നലത്തെ എപ്പിസോഡ് കൂടി അക്ബർ ഖാനോട് ക്ഷമിച്ചതോടുകൂടി കുറച്ചും കൂടി ഇമേജ് കൂടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നോമിനേറ്റ് ചെയ്തത് രേണുസുതി ഒന്ന് അപ്പാനി ശരത്തിനെയും അതേപോലെ തന്നെ ഒനീലിനെയാണ്.